ഹറാമ് കൊണ്ട് ഊട്ടപ്പെട്ട ശരീരം ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ ഹറാമായ കാര്യം എന്താണ്? ഹറാമായ സമ്പാദ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ വലാ യഹില്ലു ലി മുസ്ലിമീൻ ബഅ മിൻ അഖീഹി ബൈഅൻ ഫീഹി ഐബുൻ ഇല്ലാ ബയ്യനഹു ലഹു എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം മറ്റൊരാൾക്ക് വിൽക്കുന്നത് ആ ന്യൂനതയുള്ള കാര്യം വിറ്റാൽ മതി. ന്യൂനതയുള്ള കാര്യം, ഒരു പോരായ്മയുള്ളൊരു സാധനം, ചീഞ്ഞൊരു തക്കാളി ഒരാൾക്ക് വിൽക്കാൻ വെക്കുക, ചീഞ്ഞതാണെന്ന് ആർക്കറിയാം? വിൽക്കുന്ന ആൾക്കറിഞ്ഞാൽ ആ തക്കാളിയുടെ പൈസ അയാൾക്ക് എന്താണ്? ഹറാമാണ്. ഇല്ലാ ബയ്യനഹു ലഹു എന്ന് പറഞ്ഞാൽ അത് അയ്ബുള്ളതാണ്, ന്യൂനത ഉള്ളതാണെന്ന് പറഞ്ഞിട്ടല്ലാതെ എന്ത് ചെയ്യരുത്? വിൽക്കരുത്. ഒരാൾ ന്യൂനത ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് ഒരു ചരക്ക് വിറ്റാൽ അത് വാങ്ങുന്ന ആൾക്കും മനസ്സിലായി ന്യൂനത ഉണ്ട്, അപ്പൊ അതിനനുസരിച്ചുള്ള വിലയൊക്കെ ഉണ്ടാവുള്ളൂ. അതനുസരിച്ച് ഒരാൾ വിറ്റാൽ ആ വിൽപ്പനയിൽ അള്ളാഹു ബർക്കത്ത് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറച്ചു വെക്കാൻ പാടില്ല. കേടുവന്നൊരു കാര്യം ന്യൂനത അറിഞ്ഞുകൊണ്ട് ഒരാൾ വിൽക്കരുത്. ബോധപൂർവം അങ്ങനെ ചെയ്താൽ അതും ഹറാമായ സമ്പാദ്യത്തിന്റെ പരിധിയിൽ വരും. അത് നരകത്തില്. അപ്പോൾ ഇടപാട് നടത്തുന്ന ആളുകൾ വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് മുന്നറിയിപ്പ് കച്ചവടവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. അതിൽ വളരെ സൂക്ഷ്മത പാലിക്കേണ്ട കാര്യമുണ്ട്. താജിറുൻ നമീൻ, വിശ്വസ്തനായ കച്ചവടക്കാരനും ഞാനും സ്വർഗത്തിൽ സമീപസ്ഥമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു കച്ചവടക്കാരനും അതുപോലെ ഞാനും അടുത്താണ് സ്വർഗത്തിലിരിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു കച്ചവടക്കാരനാണ്. അശ്റത്തുൽ മുബശ്ശിരീൻ 10 സ്വർഗാവകാശികളായ സഹാബികളെ ചരിത്രത്തിൽ പരിശോധിച്ചു നോക്കിയാൽ അതിൽ ഏകദേശം 7 പേരും എന്താണ്? കച്ചവടക്കാരാണ്. സിദ്ദീഖുൽ അക്ബർ കച്ചവടക്കാരനാണ്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഇങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ കച്ചവടക്കാരാണ്. അതുകൊണ്ട് കച്ചവടം ചെയ്യുന്നു, ധാരാളം സമ്പാദിക്കുന്നു. ആ സമ്പാദ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ യാതൊരു മടിയും കാണിക്കാതിരിക്കുന്നു. ഇതൊക്കെയാണ് അവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടക്കാർക്ക് വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. അതേസമയം ചില മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. 4 രീതിയിൽ കച്ചവടം ചെയ്യുന്ന ആള് എന്നിൽപ്പെട്ടവനല്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ എന്താണ്? പൂഴ്ത്തി വെക്കുക. വലിയ ക്ഷാമമുണ്ടാകുന്ന സമയത്ത് കുറെ സാധനം സ്റ്റോക്ക് ചെയ്ത് അമിത വിലക്ക് വിൽക്കാൻ വേണ്ടി കാര്യങ്ങൾ എന്ത് ചെയ്യുക? പൂഴ്ത്തിവെപ്പ് നടത്തുക. അത് ആധുനിക നിയമസംഹിതയിലും തെറ്റാണ്, അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിലും തെറ്റാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ശപിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അമിത ലാഭം ഈടാക്കുക. ലാഭമില്ലാതെ കച്ചവടം ചെയ്യാൻ പറ്റില്ല. പക്ഷെ കൊള്ളലാഭം നമ്മൾ പറയില്ലേ, കൊള്ളലാഭം ഒരു ചരക്കിന്റെ ഒരു വിഭവത്തിന്റെ മേൽ ഒരാൾ ഈടാക്കുക, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യമാണ്. മൂന്നാമത്തെ ഒരു സാധനത്തിന് ഇല്ലാത്ത ഗുണമുണ്ട് എന്ന് പറയുക. ഒരു സാധനം വിറ്റുപോകാൻ വേണ്ടി സ്ഥലക്കച്ചവടക്കാരനാണെങ്കിൽ, റിയൽ എസ്റ്റേറ്റിന്റെ ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കച്ചവടം ചെയ്യുന്ന ആളുകളാണെങ്കിൽ പൊതുവെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ഇല്ലാത്ത ഗുണം പറയും. വെള്ളം ആ അയൽപക്കത്തൊന്നും ആ സ്ഥലത്തുണ്ടാവില്ല, എന്നിട്ട് നല്ല വെള്ളമുള്ള സ്ഥലം എന്ന് പറയും. ഇയാൾ കുഴിച്ചു നോക്കിയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ അറിയാത്ത കാര്യങ്ങൾ, ഇല്ലാത്ത